ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ചായ വെക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ നമുക്ക് അതും കൂടി തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ചായ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിപ്പൊടി കുഴയ്ക്കാനുള്ള വെള്ളം കൂടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ഞാനിതപ്പോൾ ഇവിടെ അരിപ്പൊടി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരിപ്പൊടി കുഴയ്ക്കാനൊക്കെ വെച്ച വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ കറിക്ക് വേണ്ട ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് വേണ്ട തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ നൂൽപുട്ട് വാഴയിലേക്കകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള വാഴയില മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാഴയിലേക്കകത്തോട്ട് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇല്ലാത്തതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നൂൽപുട്ടൊക്കെ നമ്മളൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അപ്പച്ചമ്പിലേക്ക് വെച്ച് അത് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നൂൽപുട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേഗത്തെ. അപ്പോഴത്തേക്ക് നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഗ്രീൻ പീസ് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമ്മൾ വഴറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം മീറ്റ് മസാല ചേർത്തു, ഗരം മസാലപ്പൊടി ചേർത്തു, മുളക് പൊടി, മല്ലിപ്പൊടി. അതിനുശേഷം നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാ ഇവിടെ തേങ്ങ അരച്ച് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി അരച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കടുക് വറുത്ത് ചേർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നൂൽപുട്ടും വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നൂൽപുട്ടും ഗ്രീൻ പീസ് കറി. അതിനുശേഷം നമ്മൾ വന്നിട്ട് ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നൊരു ടെക്സ്റ്റൈൽസിലേക്കാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടെക്സ്റ്റൈൽസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരെ പോയത് ഷർട്ടിൻ്റെ സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഇവിടുന്നൊരു 3 ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഷർട്ട് ഇതാണ്. പിന്നെ ഇത് മൂന്നാമതെടുത്തത് ഈ കളർ ഷർട്ട്. അപ്പോൾ ഈ 3 ഷർട്ടുമാണ് ഞാൻ ഇവിടുന്ന് എടുത്തേക്കുന്നത്.
പിന്നെ ഞങ്ങൾ ഷർട്ടിൻ്റെ സെക്ഷനിൽ നിന്ന് നേരെ ജീൻസിൻ്റെ സെക്ഷനിലേക്ക് പോയത്. അവിടുന്ന് നമ്മളൊരു ജീൻസും എടുത്തിട്ടുണ്ട്. ഇത് ഈ ജീൻസാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയത് കിഡ്സിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അവിടെ നിന്ന് ഒരു 3 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇതാണ്, പിന്നെ എടുത്തത് ഈ റെഡാണ്, പിന്നെ നേവി ബ്ലൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഉച്ചയായി. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.